ബംഗളൂരു മലയാളികൾക്ക് താരതമ്യേന നാട്ടിലെത്താൻ ബുദ്ധിമുട്ട് കുറഞ്ഞ ഓണക്കാലമാണ് ഇത്. കേരള കർണാടക RTCകളുടെ സ്പെഷ്യൽ സർവീസുകളും മുൻകൂട്ടി പ്രഖ്യാപിച്ച പ്രത്യേക ട്രെയിനുകളും ഇക്കുറി ഗുണകരമായി. സ്വകാര്യ ബസ്സുകളുടെ കഴുത്തറപ്പൻ കൊള്ളയ്ക്ക് അല്പം അറുതിയുള്ള ഓണക്കാലമാണ് ഇക്കുറി ബംഗളൂരു മലയാളികൾക്ക്. നാട്ടിലെത്താൻ ബുദ്ധിമുട്ടുകൾ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഇക്കുറി സമാധാന യാത്രയാണ് നാട്ടിലേക്ക്. കർണാടക RTC മാത്രം 90ഓളം സ്പെഷ്യൽ സർവീസുകളാണ് ഈ ഓണക്കാലത്ത് കേരളത്തിലേക്ക് നടത്തുന്നത്. അതുപോലെ കേരള RTCയുടെ 50ഓളം ബസ്സുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെയാണ് സ്വകാര്യ ബസ് ലോബി ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ നിർബന്ധിതരായത്. അഡീഷണൽ സർവീസ് വന്നപ്പോൾ തന്നെ സാധാരണക്കാർ ഗവൺമെൻറ് സർവീസ് തന്നെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ പ്രൈവറ്റിൻ്റെ കഴുത്തറപ്പൻ ചാർജ് ഇല്ലാതെ തന്നെ പലർക്കും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. കൂടുതൽ ആവശ്യമനുസരിച്ച് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബാംഗ്ലൂർ, മൈസൂർ, മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഇനിയും അധിക സർവീസുകൾ ഇടുവാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. നിരന്തര പരിവേദനങ്ങളെ തുടർന്ന് ഇക്കുറി 5 ട്രെയിനുകൾ കേരളത്തിലേക്ക് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ 2 എണ്ണം മലബാറിലേക്കാണ്, 3 എണ്ണം തിരുവനന്തപുരം ഭാഗത്തേക്കും. പ്രഖ്യാപിച്ച പല സ്പെഷ്യൽ ട്രെയിനും യാത്രക്കാർക്ക് ഉപകാരപ്രദമായ സമയത്തല്ല എന്ന ആക്ഷേപമുണ്ട്. ഇന്നലെ ബംഗളൂരുവിൽ നിന്ന് പാലക്കാട് വഴി മംഗളൂരുവിലേക്ക് പോയ പ്രത്യേക ട്രെയിൻ കാലിയായി ഓടുന്ന സ്ഥിതിയും ഈ ഓണക്കാലത്ത് കണ്ടു. കമ്പാരിറ്റീവ്ലി മുൻ വർഷങ്ങളെക്കാട്ടിലും കുറച്ചുകൂടെ വളരെ ബെറ്ററായിരുന്നു. കാരണം 5 സ്പെഷ്യൽ ട്രെയിനുകൾ കൂടാതെയുള്ള നോർമൽ റെഗുലർ ട്രെയിൻസുകളും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും റഷിന് യാതൊരു കുറവുമില്ല. എല്ലാ ട്രെയിനുകളും ഓവർ ബുക്കായിരുന്നു. സ്ഥിരം ട്രെയിനുകളിൽ ബുക്കിംഗ് ആരംഭിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ സീറ്റുകൾ കാലിയായിരുന്നു. അവസാന നിമിഷം ലീവ് ലഭിക്കുന്നവർ തൽക്കാൽ ടിക്കറ്റ് ഒപ്പിക്കാനുള്ള തത്രപ്പാടിലാണ്. മുൻ വർഷങ്ങളിലേതുപോലെ ഉത്രാട ദിനത്തിൽ ഒരു പ്രത്യേക ട്രെയിൻ കൂടി പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബംഗളൂരു മലയാളികൾ. ബംഗളൂരുവിൽ നിന്നും KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.